വെൽക്കം ടു ജാസ് ഫുഡ് ബുക്ക്. നമുക്ക് ഈസി ആയിട്ട് ചെമ്മീൻ ചോറ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇപ്പം നോമ്പിൻ്റെ സമയത്തൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ചെറിയ ചെമ്മീനാണ് കേട്ടോ. അതൊന്ന് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂണോളം കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ചെമ്മീനിൽ പിടിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഒരു 15 മിനിറ്റ് ഇതൊന്ന് ഈ ഒരു മസാലയൊക്കെ ഇതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. പിന്നെ നമുക്ക് ചോറിന് വേണ്ടിയിട്ട് അരി വേണം. ഞാനിവിടെ എടുത്തേക്കുന്നത് ജീരശാല അരിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അരി എടുക്കാം കേട്ടോ. ബസ്മതി റൈസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ 250 ml കപ്പിൽ ഒരു 3 കപ്പ് ജീരശാല അരി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കഴുകിയതിന് ശേഷം ഇതൊന്ന് വാറ്റി വെക്കാം കേട്ടോ. വെള്ളത്തിൽ ഒന്ന് കുതിർത്തേണ്ട ആവശ്യമില്ല. ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 കഷ്ണം കറുവപ്പട്ട, ഒരു ചെറിയൊരു പകുതി ഇതേപോലത്തെ ഒരു പകുതി തക്കോലിട്ട് കൊടുക്കുക. 1 കഷ്ണം കറുകലിട്ട് കൊടുക്കുക. 3 ഏലക്ക ഇട്ട് കൊടുക്കുക. 2 കരയാമ്പൂ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ അളവൊന്നും പറയുന്നില്ല കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഒരു സവാള നീളത്തിൽ കനം കുറച്ച് കഴിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 3 കപ്പ് ജീരശാല അരിയാണ് എടുത്തേക്കുന്നത്. 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള അളവിൽ 3 കപ്പ് അരിക്ക് 4.5 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം അരി ഇട്ടതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത്. അപ്പോൾ നമ്മൾ നേരത്തെ മസാല വെച്ച് ചെയ്യുന്ന ചെമ്മീനിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ചെമ്മീൻ ചോറിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിയിട്ട് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ മൂടി വെച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ കറക്റ്റ് 1 വിസിൽ വന്നതിന് ശേഷം 2ാമത്തെ വിസിൽ വരാനാവുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഈ സമയം നമുക്ക് ചെമ്മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. മസാല തേച്ച് വെച്ചേക്കുന്ന ചെമ്മീനിലിട്ട് കൊടുക്കുക. ചെമ്മീനൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ചെമ്മീനൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഞാനിവിടെ ഒരു വലിയ സവാള ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇനി മസാല കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ 1-2 സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1 സവാള ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി 2 പച്ചമുളക് ഇതേപോലെ ചെറുതാക്കിയിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. കുറച്ച് വേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരു 1/2 ടീസ്പൂണും കൂടിയിട്ട് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്കൊന്നും കൂടി മൊരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഹൈ ഫ്ലെയിമിൽ കറക്റ്റ് 1 വിസിൽ വന്ന് 2ാമത്തെ വിസിൽ വരാനായപ്പോൾ ഓഫ് ചെയ്ത് മൊത്തത്തിൽ എയറൊക്കെ പോയതിന് ശേഷം നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ചെമ്മീൻ കുറച്ച് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചെമ്മീൻ ചോറ് റെഡി ആയിട്ടുണ്ട്. ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ബാക്കിയുള്ള ചെമ്മീൻ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് മുകളിലാക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സമയത്ത് തന്നെ മൊത്തത്തിലിട്ട് മിക്സ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെ ഓക്കെ, ബൈ, സി യു.